ഈ നിയമം എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ സൗകര്യത്തിന് അനുസൃതമായി ഉപയോഗിക്കേണ്ട ഒന്നല്ല. കുറ്റത്തിൻ്റെ ഗൗരവം പരിഗണിച്ചാണ് നിയമപരമായി നടപടിയെടുക്കേണ്ടത്. ശ്രീ TG മോഹൻദാസിനെതിരെ ഞാനും ശ്രീജ നെയ്യാറ്റിൻകരയും പ്രീത വിജിയും അതുപോലെ തന്നെ വിജു വർമ്മയും കൂടി ചേർന്നാണ് പരാതി നൽകിയത്. യൂണിയൻ സർക്കാരിനെതിരെ, മോഡി സർക്കാരിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെട്ടിക്കൊല്ലുമെന്നും വെടിവെച്ച് കൊന്നിടുമെന്നും സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ ലൈംഗികമായിട്ട് ബലാത്സംഗം ചെയ്യുകയും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെന്നും പറഞ്ഞ് വളരെ മോശമായ ഭാഷയിൽ, ഇത്രയും ക്രിമിനൽ വൽകൃതമായ ഭാഷയിൽ അദ്ദേഹം സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് വഴിയും പ്രചാരണം നടത്തിയിരിക്കണം. ഇന്നും അത് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ഇത്രയും ക്രിമിനൽ വൽകൃതമായിട്ടുള്ള കുറ്റം ചെയ്തിട്ട് പരാതി ഞങ്ങൾ കഴിഞ്ഞ 29-ാം തീയതി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ട് 11 ദിവസമായിട്ടും അതിന് യാതൊരു മറുപടിയും ലഭിച്ചില്ല. പക്ഷേ പല സ്ഥലത്തു നിന്നുള്ള പരാതിയെ തുടർന്ന് ഇത്രയും ഗൗരവമായ കുറ്റം ചെയ്ത മോഹൻദാസിനെതിരെ വളരെ ഫീബിളായിട്ടുള്ള, അതായത് ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. ഇത് നിയമത്തെ പ്രഹസനമാക്കുന്ന കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ജനങ്ങളോട് മറുപടി പറയണം. അതുമാത്രമല്ല, ഈ നിയമം എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവരുടെ സൗകര്യത്തിന് അനുസൃതമായി ഉപയോഗിക്കേണ്ട ഒന്നല്ല. നിയമം കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾക്കനുസൃതമായി, കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾക്കനുസൃതമായി അതിൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവം പരിഗണിച്ചാണ് നിയമപരമായി നടപടിയെടുക്കേണ്ടത്. ആ നടപടി ഇവിടെ ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടില്ല. RSS നേതാവായിട്ടുള്ള TG മോഹൻദാസിനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് UDF സർക്കാർ ഭയപ്പെടുന്നത്? അത് ജനങ്ങളോട് പറയണം. അത് മാത്രമല്ല, ഇത്തരത്തിലൊരു നടപടി അറസ്റ്റ് ചെയ്ത് അയാളെ വിട്ടയച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു അന്വേഷണമല്ല, അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു. ഇത് നിയമപരമല്ല, ഇത് നിയമത്തെ പ്രഹസനമാക്കുന്നതാണ്. കാരണം അധികാരത്തിലിരിക്കുന്ന RSS പോലുള്ള നേതാക്കന്മാർക്ക് ഒരു രീതിയിലുള്ള നിയമം, ഇതേ പ്രസ്താവന ഇവിടെയുള്ള സാധാരണ ഒരു മനുഷ്യനാണ് നടത്തിയിരുന്നുവെങ്കിൽ അയാൾ ഇന്ന് ജയിലിനകത്താകുമായിരുന്നു. അങ്ങനെ 2 തരത്തിലുള്ള നീതിയാണ് ഇന്ന് ഇവിടെ നടപ്പിലാക്കുന്നത്. ആ നീതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ്. അതിൽ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കിയിരിക്കുന്ന വളരെ നെഗ്ലിജൻസ്, ഇത്രയും ദിവസമായിട്ടും ഒരു ഘട്ടത്തിൽ കേസെടുക്കില്ല എന്ന് വരെ പറഞ്ഞിട്ട് വളരെ ഫോഴ്സ്ഫുൾ ചെലുത്തി നമ്മൾ കേസെടുപ്പിച്ചിട്ട് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള, നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. BNS 75 ചേർക്കുന്നതിന് വരെ 79 ചേർത്ത് കൊണ്ടും അതുപോലെ തന്നെ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്തു, കുട്ടികളെ വെടിവെച്ചിടുമെന്ന് ആഹ്വാനം ചെയ്ത അത്തരത്തിലുള്ള ക്രിമിനൽ നടപടിക്കെതിരെ ഇത്രയും ഫീബിളായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്തു എന്ന് വരുത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ആഭ്യന്തര വകുപ്പ് ജനങ്ങളോട് മറുപടി പറയേണ്ടതാണ്. അത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാനാവില്ല, അത് ന്യായീകരിക്കാനാവില്ല. ഇതിന് ശക്തമായ പ്രതിഷേധിക്കുന്നു.